കാറ്റത്തെ കിളിക്കുടിലെ റബ്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലെത്തുന്നുണ്ട്. സുധീഷിനാകെ ടെൻഷനാണ്. അത് കണ്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, മുഖം വല്ലാതിരിക്കുന്നല്ലോ. അത് ഗായത്രിക്ക് വിളിച്ചു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനവുമില്ല. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഓ എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പം നിനക്ക് സമാധാനം ഇല്ല എന്നല്ലേ? അല്ല, ആ കുട്ടി വിളിക്കുമ്പോൾ നീയും സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലടാ, ആ കുട്ടി കരഞ്ഞോണ്ടല്ലേ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. അത് ഇനി വല്ല ബുദ്ധിമോശവും ചെയ്യുമോയെന്ന്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഇല്ല, ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും. അല്ല, ആ കുട്ടി നിന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ എന്താ ഉണ്ടായത്? നിങ്ങൾ എത്ര ദിവസത്തെ പരിചയമുണ്ട്? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഒരു 2 ആഴ്ചത്തെ പരിചയം കാണും. 2 ആഴ്ചത്തെ പരിചയം കൊണ്ടാണോ ആ കുട്ടി നിന്നെ ഇത്രയ്ക്കും സ്നേഹിക്കുന്നത്? അപ്പോഴേക്ക് നീതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, നീ എന്തിനാ ഇപ്പോഴിങ്ങോട്ടേക്ക് വന്നത്? നീ ഫോൺ ചെയ്തിട്ട് ഇപ്പോൾ വെച്ചതല്ലേ ഉള്ളൂ. ഇത് കേട്ട് നീതു ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? ഞാൻ വന്നതിപ്പോൾ പ്രശ്നമായോ? സുധീഷ് പറയുന്നുണ്ട്, അല്ല അല്ലെങ്കിലും നീ ഏത് നേരം നോക്കിയാലും ഇവിടെ തന്നെയല്ലേ, പ്രത്യേകിച്ച് നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എൻ്റെ പണി ഹരീഷിനെ സ്നേഹിക്കുക എന്നുള്ളതാ. അത് ഞാൻ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഓ അതിനെന്താ, നടക്കട്ടെ നടക്കട്ടെ എന്ന് സുധീഷ് പറയാണ്. പെട്ടെന്ന് നീതു ചോദിക്കുന്നുണ്ട്, അതെ ബ്രോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ചോദിക്കുന്നതിൽ സത്യസന്ധമായ മറുപടി തരണം. ഞാൻ കാഷ്വലായിട്ടൊരു ചോദ്യം ചോദിക്കുക കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തെ വേണോ അതോ നിങ്ങളുടെ ഭാര്യയെ വേണോ, അതായത് നിധിയേട്ടത്തിയെ വേണോ എന്ന് ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ആരെ ചൂസ് ചെയ്യും? ഇത് കേട്ട് ഒട്ടും സംശയിക്കാതെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, അതിലെന്താ സംശയം, ഞാൻ എൻ്റെ നിധിയെ വേണമെന്ന് പറയും. ഇത് കേട്ടതും നീതുവിൻ്റെ മുഖം ചുമന്നു തുടുക്കുകയാണ്. ദേഷ്യം വരുന്നുണ്ട്. ഹരീഷിൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുവാണ്. സുധീഷിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇവളെന്തിനാ ഇങ്ങനെ ദേഷ്യത്തോടെ അവനെ നോക്കുന്നത്? അവനാണെങ്കിൽ എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നു. എന്താ പ്രശ്നമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ സുധീഷ് അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തിയിട്ടും സുധീഷ് ആകെ മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗായത്രിയുടെ 2 ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എവിടെ സുധീഷ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അച്ഛൻ അവരെ കണ്ടിട്ട്, എന്താടാ ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് അകത്തു നിന്നും ഓടി വരുന്നുണ്ട്. ഓ നിങ്ങളായിരുന്നോ, നിങ്ങളാ ഗായത്രിയുടെ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നത്. എന്തിനാടാ നീ ഞങ്ങളുടെ ഫ്രണ്ടിനെ ചതിച്ചത്? നീ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോടത് പറയണമായിരുന്നു. പറഞ്ഞ് പറ്റിച്ചില്ലേ അവളെ? അവളിപ്പോൾ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇത് കേട്ട് സുധീഷ് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. ഗായത്രിയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അവൾ അകത്ത് കയറി വാതിലടച്ചു, അതിനുശേഷം തുറന്നിട്ടേ ഇല്ല, വിളിച്ചിട്ട് വിളി കേൾക്കുന്നുമില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, ഞങ്ങൾ കൊച്ചു പിള്ളേരാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, ഞങ്ങളൊരു ഗ്യാങ് തന്നെയുണ്ട്. ഇത് കേട്ട് ഹരീഷിന് ദേഷ്യം വരുവാണ്. അതെ, ഗായത്രിക്ക് വിഷമമുണ്ട്, അവൾക്ക് വളരെ ടെൻഷനാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും വളരെ വിഷമമുണ്ട്. 2 ആഴ്ചത്തെ പരിചയമല്ലേ ഇവർ തമ്മിലുള്ളൂ, അത് മറക്കാൻ അത്ര ടൈമൊന്നും വേണ്ട. നിങ്ങൾ ചെല്ലേ ആ കുട്ടിയെ വിളിച്ച് പുറത്തിറങ്ങാൻ പറ. പിന്നെ നിൻ്റെ ഈ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളൊരു ഗ്യാങ് ആണെന്നല്ലേ, ഇത്തരത്തിലുള്ള സംസാരമൊന്നും ഇവിടെ വേണ്ട കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കെന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് അവിടെ നിന്നും അവരെ പറഞ്ഞയക്കുകയാണ്. പുറത്ത് നടക്കുന്ന ബഹളമെല്ലാം ഹാളിൽ നിന്ന് നിധി കേൾക്കുന്നുണ്ട്. അവർ പോയതിന് ശേഷം എല്ലാവരും അകത്തേക്ക് കയറി വരുവാണ്. ഇന്നേരം നികേഷ് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് സുധീഷ് ഏട്ടാ, സൂപ്പറായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം. എടാ സുധീഷേ, ഈ പ്രശ്നം അന്നേ തീർക്കാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ടത് തീർത്തില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, എല്ലാ പ്രശ്നത്തിനും കാരണം സുഭാഷ് ഏട്ടൻ തന്നെയാണ്. എന്തിനാ ആ ഗായത്രിയോട് എൻ്റെ വിവാഹം കഴിഞ്ഞ വിവരം പറഞ്ഞത്? അതുകൊണ്ടല്ല ആ കുട്ടി ഇത്രയ്ക്ക് ടെൻഷനായത്. ഇത് കേട്ടതും സുഭാഷ് ഏട്ടന് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ഇവനും നിന്നെ ഇഷ്ടമാണ്, നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിത്തരാം എന്ന് പറയണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സുധീഷിന് ആകെ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. സുധീഷ് നിധിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. നിധിയാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. നിനക്ക് വല്ല ഉത്തരവാദിത്വവും ഉണ്ടോടാ? ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറുന്നു, പൗഡർ ഇടുന്നു, സ്പ്രേ അടിക്കുന്നു, ആ ബസ് സ്റ്റോപ്പിൽ പോയി കാത്തു നിൽക്കുന്നു. ഇതൊക്കെ ഞാൻ അറിയുന്നില്ല എന്നാണ് നീ വിചാരിച്ചത്? എടാ, ആ കുട്ടി ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, നീ അങ്ങനെയാണോ? നിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, അതിൻ്റെ ഒരു പക്വതയെങ്കിലും നീ കാണിക്കണമായിരുന്നു. എന്താടാ സുധീഷൻ നീ ഇങ്ങനെയായിപ്പോയത്?
വിവാഹം കഴിഞ്ഞതിന് ശേഷമെങ്കിലും നിനക്ക് കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടാവാമായിരുന്നു. നിന്നെ ഇങ്ങനെ വളർത്തി എന്നതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. നിന്റെ ചേട്ടനായി പോയില്ലേ ഞാൻ. നിന്റെ താഴെ 2 പേരും കൂടി ഉണ്ടല്ലോ. അവരാരെങ്കിലും ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ടോ? പിന്നെ നീ മാത്രം എങ്ങനെയാടാ ഇങ്ങനെയായി പോയത്? ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി അവളെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് വേറെ പെൺകുട്ടികൾ പിറകെ പോകുക. നിന്നോടിത് വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞതല്ലേ. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നു അല്ലേടാ? മിണ്ടാതിരുന്നോളണം. പെട്ടെന്ന് സുധീഷ് പ്രതികരിക്കുകയാണ്. എന്താ സുഭാഷേട്ടൻ ഈ പറയുന്നത്? എൻ്റെ വിവാഹം ശരിക്കും കഴിഞ്ഞതുപോലെയാണല്ലോ സുഭാഷേട്ടൻ സംസാരിക്കുന്നത്. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അവൾ എൻ്റെ ഭാര്യയാണോ? ശരിക്കും ഭാര്യയാണോ? അല്ലല്ലോ, അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളുടെ വിവാഹം ഒരു ഫേക്ക് വിവാഹമായിരുന്നല്ലോ. മാഡം അത് വിവാഹമായിട്ട് കൺസിഡർ ചെയ്യുന്ന പോലുമില്ല. മാഡത്തിന് ഞാൻ റോഡിലൂടെ പോകുന്ന ആരോ ഒരാൾ പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും മാഡം ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാം. എനിക്ക് വേണ്ടിയല്ല മാഡം ഇവിടെ താമസിക്കുന്നത്. നിങ്ങളെല്ലാവരുമായിട്ടും മാഡം എത്ര പെട്ടെന്നാണ് ഇണങ്ങിയത്. പക്ഷേ എന്നെ മാത്രം പിടിക്കത്തില്ല. ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞാലും മാഡം അത് അംഗീകരിക്കില്ലല്ലോ. അറിയാതെ പോലും ഞാൻ ആ റൂമിലോട്ടൊന്ന് കയറിയാലേ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കും. അപ്പോൾ പിന്നെ ഏതെങ്കിലും പെൺകുട്ടികളുമായി ഞാനൊന്ന് സംസാരിച്ചെന്ന് വെച്ച് ആർക്കെന്ത് കുഴപ്പമാണുള്ളത്? ഇപ്പം തന്നെ നോക്ക്, ഡൈവേഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയാൽ പിന്നെ ഞാനാരോ അവളാരോ. അന്ന് മാഡത്തിൻ്റെ ബോസ് ഇവിടെ വന്നില്ലേ? അദ്ദേഹം ഞാനാരാണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കസിനാണെന്ന്. ഞാൻ കസിനാണെന്ന്. ഭർത്താവാണെന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ മാത്രം എന്തിനാ മറ്റുള്ളവരോട് എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്തിനു വേണ്ടി ഞാൻ പറയണം എന്ന് സുഭാഷ് ഏട്ടനെ നോക്കിക്കൊണ്ട് സുധീഷ് ചോദിക്കുകയാണ്. അവനക്ക് സങ്കടം വരുന്നുണ്ട്. എന്നാൽ സുഭാഷ് ഏട്ടനും ഹരീഷൊക്കെ ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കുകയാണ്. നിധിയും ഒന്നും മിണ്ടുന്നില്ല. ഇവൻ്റെ സംസാരം കേട്ടുകൊണ്ട് അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇടയ്ക്ക് മറ്റെവിടേക്കോ നോക്കും. വീണ്ടും സുധീഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കും. സുധീഷ് നിധിയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് 2 പേർക്കും ഇടയിലും ഒന്നുമില്ല. നമ്മുടെ മാരേജ് ഒരു ഫേക്ക് മാരേജ് ആയിരുന്നു. ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ കസിനാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഞാനെന്തിനാ പുറത്ത് എല്ലാവരോടും നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്നിങ്ങനെ പറയുന്നത്? നീ എൻ്റെ ഭാര്യയാണെന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നിധി? ഞാൻ പറയുന്നത് കാര്യമല്ലേ? ഞാൻ ഗായത്രിയോട് നുണ പറഞ്ഞിട്ടില്ല. ഗായത്രിയോട് ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലേ സുഭാഷേട്ടൻ എന്നെ വഴക്ക് പറയുന്നത്? സുഭാഷേട്ടാ, ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. സുധീഷ് സംസാരിക്കുന്നത് കേട്ട് നിധി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് സുഭാഷേട്ടൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. വാ സുഭാഷേട്ടാ, നമുക്ക് ഗായത്രിയുടെ വീട്ടിലേക്ക് പോവാം. നിധിയും കൂട്ടിക്കോ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ തന്നെ പറയാം ഇവൾ എൻ്റെ ഭാര്യയാണെന്ന്. പക്ഷേ നിധി വരില്ല. എനിക്കറിയാം സുഭാഷേട്ടാ, നിധി വരില്ല. അതുകൊണ്ട് സുഭാഷേട്ടൻ ഒരിക്കലും പറയരുത് ഞാൻ ആ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ചു എന്ന്. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല സുഭാഷേട്ടാ. സുധീഷ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആർക്കും തന്നെ മറുപടിയില്ല. എല്ലാവരും തല താഴ്ത്തി നിൽക്കുവാണ്. ഹരീഷ് നികേഷിനോട് പറയുന്നുണ്ട്, എടാ എല്ലാം പോയിന്റുകളാണല്ലോ, ഇതെന്ത് പറ്റി ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ? പെട്ടെന്ന് നിധി എഴുന്നേറ്റ് സുധീഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാ. നമ്മൾ ഡൈവോഴ്സ് ആകാൻ പോകുന്ന വ്യക്തികളാണ് സുഭാഷേട്ടാ. ഞങ്ങളുടെ വിവാഹം ഒരു ഫേക്ക് മാരേജാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഗായത്രിയോട് ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫായെന്ന് പറയുന്നത്? ഇത്തവണ സുധീഷ് ശരിക്കും ഞെട്ടുന്നുണ്ട്. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇവളി പറയുന്നത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. നിങ്ങൾ ചെയ്തതൊന്നും തെറ്റുമല്ല സുഭാഷേട്ടാ. നിങ്ങളാണ് റോങ് ആയത്. എന്തിനാ ഗായത്രിയോട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറയാൻ പോയത്? അത് തെറ്റായിപ്പോയി. സുധീഷ് പറഞ്ഞതൊക്കെ ശരിയാണ്. സുഭാഷേട്ടനാണ് എന്തോ റോങ് അണ്ടർസ്റ്റാൻഡിങ് നിൽക്കുന്നത്. ഇത് കേട്ടതും സുധീഷിനൊന്നും മനസ്സിലാവുന്നില്ല. സുധീഷിൻ്റെ തല പുകഞ്ഞു തുടങ്ങി. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആ ഗായത്രിയോട് സംസാരിക്കുന്ന സമയത്ത് ഇവൾക്ക് വളരെ ദേഷ്യം വരുമായിരുന്നു. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്. പെട്ടെന്ന് സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് ഒന്ന് ഞെട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ പെൺകുട്ടിയുടെ അടുത്തെത്തണം. നിങ്ങൾ വിളിച്ചാൽ അവൾ എന്തായാലും ഡോറ് തുറക്കും. അവളുടെ ഫ്രണ്ട്സ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഡോറ് തുറക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? വേഗം ചെല്ല്. നിങ്ങൾ ചെല്ലുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാവും. സത്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയണം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും പറയണം. എന്നിട്ട് നിങ്ങളുടെ ലവ് കണ്ടിന്യൂ ചെയ്യണം. ഒരു പുഞ്ചിരിയോടുകൂടി നിധി ഇതെല്ലാം പറഞ്ഞു തീർക്കുമ്പോൾ സുധീഷിനാകെ കൺഫ്യൂഷൻ ആവുകയാണ്. അല്ലെങ്കിൽ വേണ്ട സുധീഷേ, ഞാൻ തന്നെ ചെന്ന് ആ കുട്ടിയോട് കാര്യങ്ങളെല്ലാം നേരിട്ട് പറയാം. ആ കുട്ടിക്കപ്പോൾ വിശ്വാസമാവും.
ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് ഞാൻ തന്നെ തീർത്തോളാം. ഇത് കേട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ, നിന്റെ വായാലെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. നീ പറഞ്ഞതാ ശരി. സൂപ്പറായിട്ടുണ്ട് മോളെ, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് നിധിയെ. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. നിധി സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഈ ഗായത്രിയെ സുധീഷിന് എത്രമാത്രം ഇഷ്ടമാണെന്നറിയോ? ആ കുട്ടിയോട് എത്ര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നതെന്നറിയാമോ? അവളെ വിളിക്കുന്നതേ ഗായു ഗായു എന്ന ആ വിളിയിൽ തന്നെ എന്തുമാത്രം സ്നേഹമുണ്ടെന്നറിയാമോ? ബസ് സ്റ്റോപ്പിലൊക്കെ കാത്തു നിന്നിട്ടല്ലേ സംസാരിക്കാറ്. ഏതു നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനിതൊക്കെ കാണാറുണ്ട് സുഭാഷ് ഏട്ടാ. എന്തായാലും ഞാൻ കാരണം അവരുടെ ബന്ധം വേർപ്പെടണ്ട. ഞാനവിടെ പോയിട്ട് അവരോട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ് നിധി. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഏയ് നിധി, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഗായത്രിയോട്, വെറുതെ പറയുന്നതാ. ആ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, എന്തിനാ ഞങ്ങളോട് കള്ളം പറയുന്നത്? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു വെച്ചിട്ടാണോ? അങ്ങനെയൊന്നുമില്ല, സത്യം മാത്രം പറഞ്ഞാൽ മതി. എന്തായാലും ഞാൻ പെട്ടെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ വേണ്ട, നീ അവിടെ പോയിട്ട് എന്ത് പറയാനാ? നീയൊന്നും ആ വീട്ടിലേക്ക് പോണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഇത് കേട്ട് സുധീഷിനാകെ ടെൻഷനാവുകയാണ്. അവൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. അവൻ നഖം കടിക്കാൻ തുടങ്ങി. അവിടെ നിന്നും കുറച്ച് മാറി നിന്ന് അവൻ തല ചൊറിയാണ്. എന്താ, ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് അവനക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് നിധി സുഭാഷ് ഏട്ടൻ്റെ അരികിലേക്ക് മാറി നിൽക്കുകയാണ്, അടുത്തേക്ക് നിൽക്കുകയാണ്. കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനൊന്നും മനസ്സിലാവുന്നില്ല. നിധി സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഞാൻ എന്ത് പറഞ്ഞാലും അത് സമ്മതിക്കണം. പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇത് ചെറിയൊരു ഡ്രാമയാ സുഭാഷ് ഏട്ടാ, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ചിരിക്കുന്നുണ്ട്. ഓ അങ്ങനെയാണോ, എങ്കിൽ ശരി മോളെ, ഞാൻ ഏറ്റു എന്ന് പറയുക. ഇത് ഹരീഷും നികേഷും കേൾക്കുന്നുണ്ട്. അവരും തലയിട്ടാട്ടുന്നുണ്ട്. എന്നാൽ സുധീഷ് ആകെ ടെൻഷനായോണ്ട് ഇതൊന്നും അറിയുന്നില്ല. അവൻ തിരിഞ്ഞു നിൽക്കുകയാണ്. അച്ഛാ, എല്ലാ പ്രശ്നവും ഞാൻ സോൾവ് ചെയ്തോളാം. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഞാൻ പോവാണ്. ആ കുട്ടി എന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ? ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ് നിധി. സുധീഷ് ഇടയിൽ കയറുന്നുണ്ട്. പെട്ടെന്ന് നിധിയെ തടയുകയാണ്. ഏയ് നിധി, നീ എങ്ങോട്ടേക്ക് പോകുന്നത്? നീ എവിടെയും പോകണ്ട, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. എന്താ സുധീഷ ഇത്? എല്ലാ കാര്യം ഞാൻ ഏറ്റു, എല്ലാം ഞാൻ ആക്കിക്കോളാം എന്ന് നിധി പറയാണ്. ഏയ് അതൊന്നും ശരിയാവില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും പെട്ടെന്ന് സുധീഷിൻ്റെ കയ്യിൽ പിടിച്ച് നിധി അവിടെ ഒരു ചെയറിൽ പിടിച്ചിരുത്തുകയാണ്. ഏയ് സുധീഷ്, നീ ഇവിടെ ഇരിക്കേ, ടെൻഷനാവുന്നത് എന്തിനാ? ഞാൻ ചെന്ന് ആ കുട്ടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഇത് കേട്ടതും ചാടി എഴുന്നേൽക്കുകയാണ് സുധീഷ്. നീ എന്താ പറഞ്ഞത്? ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നോ? എന്തിന്? ഏയ് അവളെയൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. ആ കുട്ടി സത്യം മനസ്സിലാക്കിയാലുണ്ടല്ലോ അപ്പോൾ തന്നെ എൻ്റെ കൂടെ പോരും. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തുന്ന കാര്യം ഞാനേറ്റു. പ്ലീസ് നിധി, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ആ കുട്ടിയെ അങ്ങനെയൊന്നും കണ്ടിട്ടേയില്ല. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ല എന്ന് ദയനീയമായ ഒരവസ്ഥയിൽ സുധീഷ് പറയുകയാണ്. ഇത് കേട്ട് നിധി ചിരിക്കുന്നുണ്ട്. ഏയ് കള്ളം പറയല്ലേ സുധീഷേ, നിനക്ക് ആ കുട്ടിയെ നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നും നിങ്ങൾ വേറെ വേറെ ഡ്രസ്സുകളൊക്കെ മാറ്റി നിറയെ സ്പ്രേ അടിച്ച് പൗഡറൊക്കെ ഇട്ട് ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാറില്ലേ? അതവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അല്ലേ സുഭാഷ് ഏട്ടാ, നിങ്ങളും കാണാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം സുഭാഷ് ഏട്ടനെ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. പിന്നെ നിധി ഇതൊക്കെ അഭിനയിക്കുകയാണല്ലോ എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അതെ, മോള് പറഞ്ഞത് ശരിയാ, നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണല്ലോ എന്ന് സുഭാഷ് ഏട്ടനും സമ്മതിക്കുകയാണ്. എന്നാൽ ഇത് കേട്ടതും സുധീഷിന് വളരെ വിഷമം തോന്നുകയാണ്. സുഭാഷ് ഏട്ടാ, നിങ്ങളും ഇങ്ങനെ പറയല്ലേ എന്നിങ്ങനെ ദയനീയമായൊരവസ്ഥയിൽ കൈനീട്ടിക്കൊണ്ട് പറയുകയാണ്. കണ്ടോ, ഇവരെല്ലാവരും പറയുന്നത് നിങ്ങൾ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. സുഭാഷ് ഏട്ടാ, ഞാനും നികേഷും ചെന്ന് ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാം. ഞങ്ങൾ എത്തുമ്പോഴേക്കും വീടെല്ലാം വൃത്തിയാക്കി വെക്കണം. ഇന്ന് തന്നെ സുധീഷിനെയും ആ കുട്ടിയെയും ഞങ്ങൾ ചേർത്ത് വെക്കും. അവരുടെ വിവാഹം നടത്തണം. എന്താ സുധീഷ്, നിനക്ക് സന്തോഷമായില്ലേ? നിന്റെ ഗായുമാ എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ എത്തും. ഞങ്ങൾ ആ കുട്ടിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വാ നികേഷ് എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സുധീഷ് ആണെങ്കിൽ പിറകെ ഓടുന്നുണ്ട്. ഏയ് സുധീഷേ, അല്ല നികേഷേ, എടാ നിൽക്കടാ. നിധി, ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് പിറകെ ഓടുകയാണ്. സുധീഷ് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ നിധിയും നികേഷും സ്കൂട്ടിയിൽ കയറിക്കൊണ്ട് പോകുന്നുണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് പോയതും നികേഷ് വണ്ടി നിർത്തുന്നുണ്ട്. ചേട്ടത്തി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ നീ ചോദിക്കേ. അല്ല,
ചേട്ടത്തി ശരിക്കും ആ ഗായത്രിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണോ? അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണോ? ഇത് കേട്ടതും നിധി രണ്ട് കൈകളും പിറകോട്ട് കെട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അല്ല, നിനക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു വിവാഹ ബ്രോക്കറായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി. ഏട്ടത്തി ഇപ്പോൾ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എടാ നികേഷേ, നിന്റെ ചേട്ടനെ ഒന്ന് ടെൻഷനാക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. നിന്റെ ചേട്ടൻ്റെ മുഖം കണ്ടില്ലേ? വിളറി വെളുത്തു. എന്തായിരുന്നു ആ ഗായത്രിയുമായിട്ടുള്ള ചങ്ങാത്തം? ഗായ്മ എന്നും പറഞ്ഞുകൊണ്ട് പിറകെ നടക്കുമല്ലായിരുന്നോ? ഇപ്പം എന്താ ഒരു ടെൻഷന്? ഗായത്രി വല്ലതും ചെയ്യുമോന്ന് പേടിച്ചിട്ട്. അത് ചേട്ടത്തി ഒന്നും വിചാരിക്കരുത്. ഇതെല്ലാം ചേട്ടത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുഭാഷേട്ടൻ ചെയ്തത്, അല്ലാതെ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്. അല്ലെങ്കിലും നിന്റെ ചേട്ടൻ നല്ലത് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി ഒരിക്കലും നിന്റെ ചേട്ടൻ ഒരു പെൺകുട്ടികളോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. അതിനുള്ളൊരു പണിയാണ് ഞാൻ കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് പോവാം. അപ്പം നികേഷ് പറയുന്നുണ്ട്. ചേട്ടത്തി ഇപ്പോഴല്ലേ പറഞ്ഞത് ആ ഗായത്രിയുടെ വീട്ടിൽ പോകുന്നില്ല എന്ന്? നമുക്ക് വീട്ടിലേക്ക് പോവാം. നിധി സ്കൂട്ടിയിൽ കയറുന്നുണ്ട്. വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്. എങ്ങോട്ടാ ചേട്ടത്തി ഈ പോകുന്നത്? നമുക്ക് ഗായത്രിയുടെ വീട്ടിലേക്ക് പോകണ്ട. ഇത് കേട്ടതും നിധി പറയുന്നുണ്ട്. ദേ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നേ, വണ്ടിയെടുക്ക്. ഇതേ സമയം നമ്മുടെ സുധീഷ് വീട്ടിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അതിനിടയിൽ അച്ഛൻ വന്ന് അവനെ കളിയാക്കുന്നുണ്ട്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നടാ? ആ കുട്ടിയുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ടില്ലേ എന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ അവനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സുഭാഷേട്ടൻ അവൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് വളരെ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. അവനിനി ഒരിക്കലും ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് സുധീഷ് ഓടി ചെല്ലുന്നുണ്ട്. സുഭാഷേട്ടാ, എന്നെ മനസ്സിലാക്കണം. നിധി എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയത്? എനിക്ക് ആ കുട്ടിയോട് ഒരു ഇഷ്ടവും ഇല്ല. പക്ഷേ സുഭാഷേട്ടൻ പറയുന്നുണ്ട്. നിധി പറഞ്ഞതൊക്കെ സത്യം തന്നെ അല്ലടാ. നീ എന്തുമാത്രം ഇൻറ്റിമസി ആയിട്ട് ആ കുട്ടിയോട് പെരുമാറിയിരുന്നത്? നിനക്ക് ആ കുട്ടിയെ ഒത്തിരി ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചതും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ആവുകയാണ് സുധീഷിന്. അവൻ പറയുന്നുണ്ട്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയുണ്ട്. എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്. ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ നിന്നെ മുന്നേ തന്നെ ഞാൻ താക്കീതത്. ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, പക്ഷേ നിനക്ക് നെവർ മൈൻഡായിരുന്നു. ഉടനെ തന്നെ സുധീഷ് പറയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ നിധിയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഗായത്രിയോട് ഞാൻ സംസാരിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്നോട് കൂടുതൽ സ്നേഹം തോന്നാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇത് ഇങ്ങനെ ആവുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. പ്ലീസ് സുഭാഷേട്ടാ, ആ നിധി വിളിക്ക്. എന്നിട്ട് ഗായത്രി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയേ. ഒന്ന് കേൾക്ക് സുഭാഷേട്ടാ, ഒന്ന് വിളിക്ക് എന്ന് പറയുകയാണ്. എന്നാൽ സുഭാഷേട്ടൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഉണ്ടായിരുന്ന സ്പ്രേ ബോട്ടിലൊക്കെ എടുത്ത് എല്ലായിടത്തും അടിക്കുകയാണ്. പെട്ടെന്ന് ഹരീഷ് ചെന്നൊരു ചൂലുമായിട്ട് വരുന്നുണ്ട്. അവൻ തൂത്ത് വാരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ സുധീഷിന് സഹിക്കുന്നില്ല. സുധീഷ് വേണ്ട വേണ്ട സുഭാഷേട്ടാ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതൊന്നും ചെയ്യണ്ട. നീ മിണ്ടാതിരിടാ സുധീഷേ. നിധി പറഞ്ഞിട്ട് പോയതല്ലേ, അവൾ പെട്ടെന്ന് വരും. ഇവിടേക്ക് ഒതുക്കി വെക്കട്ടെ എന്ന് പറയാണ് സുഭാഷേട്ടൻ. ഇതേ സമയം നിധിയും നികേഷും നമ്മുടെ ഗായത്രി താമസിക്കുന്ന വീടിനടുത്ത് എത്തുകയാണ്. പുറത്ത് അവളുടെ ഫ്രണ്ട്സ് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇത് ഗായത്രി താമസിക്കുന്ന വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ എന്ന് പറയുന്നുണ്ട്. അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ റൂമിലാണ്, ഡോർ തുറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഗായത്രി അവളുടെ ഫ്രണ്ട്സിനോടൊപ്പമാണ് താമസിക്കുന്നത്. റൂമിനടുത്തെത്തിയതും ഡോറിൽ തട്ടിക്കൊണ്ട് നിധി വിളിക്കുന്നുണ്ട്. ഗായത്രി, ഗായത്രി ഡോറ് തുറക്ക്, ഞാൻ സുധീഷിൻ്റെ വൈഫാണ്. ഇത് കേട്ടതും ഗായത്രിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ പൊട്ടി പൊട്ടി കരയുവാണ്. നിധിയുടെ സൗണ്ട് കേട്ടതും ഗായത്രി കരയുന്ന സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് അവർക്ക് ആർക്കും സഹിക്കാൻ കഴിയുന്നില്ല. കതക് തുറക്ക് ഗായത്രി എന്ന് നിധി വിളിച്ച് പറയുന്നുണ്ട്. ഇല്ല, ഞാൻ തുറക്കില്ല. ആര് പറഞ്ഞാലും ഞാൻ തുറക്കില്ല. എന്നെ ശല്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഗായത്രി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നീ ഡോറ് തുറക്കുക എന്ന് നിധി വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ടതും ഗായത്രി പറയുന്നുണ്ട്. ഇല്ല, നിങ്ങൾ എന്തിനാ എന്നെ കാണാനായിട്ട് വന്നത്? ഞാൻ കതക് തുറക്കില്ല. എനിക്ക് ആരെയും കാണണ്ട. എല്ലാവരും പോക്കോ എന്ന് വിളിച്ച് പറയുകയാണ് അവൾ. ഇത് കേട്ട് നിധി അവളെ വിടുന്നില്ല. ഗായത്രി, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ കതകൊന്ന് തുറക്ക്. സുധീഷിൻ്റെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം. അവൻ്റെ വിവാഹം കഴിഞ്ഞതൊന്നും അത്ര കാര്യമല്ല. നീ കതക് തുറക്കെന്ന് പറയുന്നുണ്ട്. കുറേ നേരം നിധി ഡോറിൽ തട്ടിയതിനു ശേഷം ഗായത്രി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. നിധിയെ കണ്ടതും ഗായത്രി ചോദിക്കുന്നുണ്ട്. നിങ്ങളാണോ അവരുടെ വൈഫ്? അതെ, ഞാനാണ് സുധീഷിൻ്റെ ഭാര്യ.
എനിക്ക് നിന്നോട് അല്പം തനിച്ച് സംസാരിക്കണമെന്ന് നിധി പറയുന്നുണ്ട്. ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം ഗായത്രി ശരിയെന്ന് പറഞ്ഞ് നിധിയെ റൂമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതേ സമയം കിളിക്കൂട്ടിൽ ഹരീഷ് പൊടിയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷ് ഓടി ചെന്ന് ചോദിക്കുന്നുണ്ട്, എടാ ഹരീഷേ, നിധി പറഞ്ഞതുപോലെ തന്നെ ഗായത്രിയും കൂട്ടിക്കൊണ്ട് വരുമോ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ചേട്ടത്തി ഇവിടെ നിന്നും പോയത്, വരുമായിരിക്കും. അതെങ്ങനെയാടാ ശരിയാവുന്നത്? പിന്നെ ശരിയാവാതെ? നീ ഇത്രയും നേരം ചേട്ടത്തിയോട് പറഞ്ഞിരുന്നത് അത് തന്നെയല്ലേ? അത് ശരിയെന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടത്തി നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. നീ എന്താ ഇങ്ങനെ മാറ്റി മാറ്റി സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷ്. സുധീഷ് പെട്ടെന്ന് നികേഷിന് കോൾ ചെയ്യാണ്. എടാ നികേഷേ, നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിതാ ഗായത്രിയുടെ വീട്ടിൽ. നീ വെറുതെ പറയല്ലേ എന്നെ പറ്റിക്കാൻ. എനിക്കറിയാം നിങ്ങൾക്ക് എങ്ങനെ വീട് അറിയുന്നത്. അവളുടെ വീടും സ്ഥലമൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. എന്നോട് നുണ പറയുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് സുധീഷ്. ആഹാ, അങ്ങനെയാണെങ്കിലേ ഞാനൊരു ഫോട്ടോ അങ്ങ് അയച്ചേക്കാം, അത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് പെട്ടെന്ന് തന്നെ അവരുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാണ്. ഇത് സുധീഷ് കാണുന്നുണ്ട്. അത് കണ്ട് ഞെട്ടുന്നുണ്ട്.